Shri Chacko Paul, sir. I'm Malvika Mohan. Welcome to Walk with me. മാളവിക Mohan. ഇത് ഒരു മാളവികയാണ്. ഓ ആണോ? അപ്പൊ അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്? ഇത് ചെന്നിത്തല കൊട്ടാരമായിരുന്നു, കൊച്ചി രാജാക്കന്മാരുടെ. ഓക്കെ ഇത് എട്ടുകെട്ടായിരുന്നു. ഓക്കെ. പക്ഷെ അത് ഞാൻ പൊളിച്ചില്ല, പുറകിലത്തത്. കാരണം അതൊരു കാവായിട്ടാണ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്, അതെടുത്തില്ല. അപ്പോൾ ഫ്രണ്ടിലത്തെ പോർഷൻ എട്ടുകെട്ടായിരുന്നു, അതിൽ ഫ്രണ്ടിലത്തെ 4 കെട്ട് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഓ ഓക്കെ ഓക്കെ. അപ്പോൾ മാളവിക എന്ന് പറഞ്ഞത് കെട്ടിടം, മാളവിക കെട്ടിടം. ഓ അങ്ങനെയാണ്. ഓക്കെ. സാറിൻ്റെ ഓൺടർപ്രണൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോമൊബൈൽസിലാണ്. എങ്ങനെയാണ് അതിൻ്റെ? ഞാൻ 1978 പാളയം ആ പള്ളിയുടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ പുറകിലായിട്ട് ഒരു തമിഴ്നാടുകാരൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു സർവീസ് സെൻറ്റർ മേടിച്ചു. ഓക്കെ. അതിൽ നിന്ന് വളർന്നതാണ്. അന്ന് 15,000 രൂപ കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അന്ന് എൻ്റെ പേരൻസ് തന്നില്ല. കാരണം എൻ്റെ ഫാദർ, ഞാൻ LLBക്ക് പഠിക്കുമായിരുന്നു ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ വരണമെന്നായിരുന്നു താല്പര്യം. കാരണം എൻ്റെ ഫാദർ രാഷ്ട്രീയക്കാരനായിരുന്നു. അതെ, എനിക്കതുകൊണ്ട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിട്ട് ഈ ബിസിനസ് വളർത്തി കൊണ്ടുവന്നു. അപ്പോൾ സാർ ട്രിവാൻഡ്രം നാട് അല്ല, പാലായ എൻ്റെ നാട്. പാല. ഓക്കെ. അങ്ങനെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് പഠിക്കാൻ വന്ന, LLBക്ക് പഠിക്കാൻ വന്ന ലോ അക്കാഡമിയിൽ. ഓക്കെ. അങ്ങനെ ഈ സർവീസ് സെന്റർ കാണുന്നു, അവിടുന്ന് തുടങ്ങുന്നു. ഓക്കെ. സർ, ഈ ഓട്ടോമൊബൈൽസ് നിന്ന് ഹോസ്പിറ്റാലിറ്റിയിലോട്ടുള്ള ട്രാൻസിഷൻ അതെങ്ങനെയായിരുന്നു? ഇതെല്ലാം ദൈവവിചാരങ്ങളല്ലേ, അത് നടത്തിക്കും. അങ്ങനെ നടത്തിയതാ. ഓക്കെ. എന്നാലും എന്താണ് അതിൻ്റെ ഒരു കാര്യം? ഹോസ്പിറ്റാലിറ്റി. അതെ അതെ. കാരണം കോവളം ഫോറിൻ ഗസ്റ്റ് ഒത്തിരി വരുന്ന ഒരു സ്ഥലമായിരുന്നു. ഓക്കെ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തുടങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നൽ വന്നു. പിന്നെ കേരളത്തിന് പഴയ ചരിത്രപരമായിട്ടുള്ള ബിൽഡിങ്സ് ഉള്ളതാണ്. കാരണം അന്ന് തേക്കും തടികളും പ്ലാവും ആഞ്ഞിലിയും ഉപയോഗിച്ചായിരുന്നു മിക്കവാറും കൺസ്ട്രക്ഷൻസ് എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഹെറിറ്റേജ് സ്റ്റൈൽ റീറ്റെയിൻ ചെയ്യണമെന്നും അത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് നാട്ടിൻപുറത്തുള്ളിൽ കൂടി യാത്ര ചെയ്ത് പോയി മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്തതാണ്. അപ്പം എങ്ങനെയാണ് ഈ ഇവിടുത്തെ ഓരോ യൂണിറ്റും അങ്ങനെ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് റീഇൻസ്റ്റാൾ നമ്പർ ഇട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് റീഅസംബിൾ ചെയ്തതാണ്. എല്ലാം. അത് കാരണം ഇത് ചൂടാണെങ്കിലും ഇതിനകത്ത് ചൂടില്ല, തടിയായതുകൊണ്ട്. പിന്നെ ഞാൻ ഒത്തിരി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതിന്റെ ഒരു സുഖമുണ്ട്. അതെ, ഇത് ഹോട്ടലല്ല, ഒരു വില്ലേജ് ലിവിംഗ് ആണ്. ഗസ്റ്റിനാണെങ്കിലും ആ ഒരു ഫീലാണ് ഇത് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. സർ, എന്ത് ബിസിനസ് പ്രിൻസിപ്പിൾസ് ആണ് സാറിൻ്റെ ഈ ഓട്ടോമൊബൈൽ ബിസിനസ്സിലും ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലും ഒരുപോലെ സാറിന് യൂസ്ഫുൾ ആണെന്ന് തോന്നിയത്? എനിക്കതിലൊന്നും പറയാനില്ല, കാരണം അതൊക്കെ ദൈവേഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഞാൻ നിറവേറ്റി കൊടുത്തു, അത്രേ ഉള്ളൂ. വി ആർ എ വെസൽ ത്രൂ വിച്ച് ഇതെല്ലാം നടക്കുന്നത്. ഓക്കെ. ഇതൊരു ഫാമിലി ലെഡ്, ഫാമിലി റൺ ബിസിനസ് ആണ്. ലിമിറ്റഡ് കമ്പനി. എൻ്റെ മക്കളും ഭാര്യയും ഷെയർ ഹോൾഡേഴ്സാണ്. ഓക്കെ. ഈ ട്രാവൻകൂർ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഈ സംരംഭം, ഇത് തുടങ്ങാനുള്ള ഐഡിയ എവിടെ നിന്നാണ് വന്നത്? തുടങ്ങാനുള്ള ഐഡിയ? അതെ. എനിക്ക് കോൺക്രീറ്റ് ജംഗിൾ പണിയുന്നതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. അന്നത്തെ വിചാരം ഒരു പഴയ തലമുറ മനുഷ്യനാണ്. കാരണം ഈ വീടുകളെല്ലാം 150-200 വർഷം പഴക്കമുള്ള വീടുകളാണ്. അപ്പം അന്ന് ഞാനും ജനിച്ചു വളർന്നത് ഇതുപോലൊരു വീട്ടിലായിരുന്നു. അതുകൊണ്ട് അതിനോടുള്ള ഒരു സ്നേഹം തോന്നി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാനുള്ളൊരു തീരുമാനത്തിലോട്ട്. ഇത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഈ പഴയ വീടുകൾ അവിടുന്ന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്ത് അവിടുന്ന് അതിനെ കംപ്ലീറ്റ് അഴിച്ചെടുത്ത് ഇവിടെ നമ്പർ ഇട്ട് പൊളിക്കും, പൊളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് റീഅസംബിൾ ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ആശാരിമാർ. ആശാരിമാരും അതുപോലെ ആർക്കിടെക്ട്സും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഫുൾ ടീം ഇതിന് വേണ്ടി എത്ര കാലം എടുത്തു ഇത് സെറ്റപ്പ് ചെയ്ത്? 2.5 വർഷം കൊണ്ട് പണി തീർത്തു. 2000 ഇത് ഉദ്ഘാടനം ചെയ്തു. 26 വർഷമായി കഴിഞ്ഞു. ഇത് വിദേശികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. സീസൺ ആകുമ്പോൾ ഒറ്റ റൂം കാലി കാണത്തില്ല. ഇതിന്റെ ഡബിൾ റേറ്റും ആവും. ഓഫ് സീസൺ റേറ്റ്. കേരള ഹെറിറ്റേജ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു സ്ഥലം. നമ്മൾ ഓട്ടോമൊബൈൽസിലോട്ട് ഇതിന് ഓൾ ഇന്ത്യ അവാർഡ് കിട്ടിയിരുന്നു. ഹോസ്പിറ്റാലിറ്റി. ഓക്കെ.
സർ ഇപ്പം നമ്മൾ ഓട്ടോമൊബൈൽസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം EV എന്ന് പറയുന്നൊരു കാര്യം ഇൻഡസ്ട്രീനെ തന്നെ മാറ്റി അപ്പം സാറിൻ്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഓട്ടോമൊബൈൽസ്? ഓട്ടോമൊബൈൽസ് കേരളത്തിലെ റോഡുകളെല്ലാം നിറഞ്ഞു. ഇനി അതുകൊണ്ട് ഒന്നും തന്നെ പറയാനില്ല. കാരണം അംഗസംഖ്യകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ വീട്ടിലും 3-4 വണ്ടികളുണ്ട്. ഇപ്പം മക്കളെക്കാളും കൂടുതൽ വണ്ടികളാണ് വീടുകളിൽ. പക്ഷേ മറ്റൊരു സ്റ്റേറ്റുകളിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ കേരള മാർക്കറ്റ് സാച്ചുറേറ്റ് ആയി എന്നാണോ? ആയിക്കൊണ്ടിരിക്കുക. പിന്നെ കാശുള്ളതുകൊണ്ട് ഇങ്ങനെ മാറി 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 മേടിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. അപ്പോൾ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ വണ്ടി വാങ്ങൽ നിൽക്കും എന്നാണോ സാറിൻ്റെ ഒരു കണക്ക്? അങ്ങനെയൊന്നും ഞാൻ കണക്കൂട്ടുന്നില്ല. സാറ് ഇപ്പം ഇത്രയും വർഷമായി ബിസിനസ്സിൽ വന്നിട്ട് എന്താണ് സാറ് മുറുകെ പിടിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇൻ ബിസിനസ്? എനിക്ക് പോണ്ടിച്ചേരിയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതെന്നെ പോണ്ടിച്ചേരിയിൽ ഏറ്റവും നല്ല പ്രോപ്പർട്ടിയാണ്. ലേപ്പോണ്ടി. ഇനി കൊല്ലത്തോളം പണിതുകൊണ്ടിരിക്കുക തിരുമുല്ലവാരം. അത് ലോകത്തെ ഏറ്റവും സേഫ് ബീച്ചിലൊന്നാണ്. അത് കടലിറങ്ങി 1 കിലോമീറ്റർ നടന്നു പോകാം. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 205 മുറിയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് പണിയുന്നത്. ദൈവസഹായം കൊണ്ട് അത് വേഗം കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു നാട്ടിൽ, കേസുകളും ഒക്കെ. ലിറ്റിഗേഷനുള്ള പ്രോപ്പർട്ടിക്കല്ല, അത് അടുത്ത് ബലിയർപ്പണ ഭൂമി. ആൾക്കാർ കർക്കിടക മാസം ബലിയർപ്പിക്കുന്ന ഇവിടെയായിരുന്നു. അപ്പം എനിക്ക് അതിനോട് എതിരില്ലായിരുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വേസ്റ്റ് ക്ലിയർ ചെയ്യണം. കാരണം നമ്മൾ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകണം കാണുമ്പോൾ കോർപ്പറേഷൻ പിടിച്ച് 19,000 രൂപ പെറ്റി അടിക്കും. അതിൽ മാത്രമേ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിബന്ധന വെച്ചുള്ളൂ. വേറെ ഒന്നും വെച്ചില്ല. കാരണം മക്കളും സന്തതികളെല്ലാം കാരണന്മാരെ അങ്ങനെയെങ്കിലും ഓർക്കുന്ന ഒരു നിമിഷമാണല്ലോ. അതുകൊണ്ട് ഈ വെട്ടുകല്ല് തന്നെ ഞാൻ നോർത്ത് കേരളയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഒരാൾ സ്ലിപ്പ് ചെയ്ത് വീഴത്തുമില്ല. റെഡ് ലാറ്ററൈറ്റ്. സർ, ഇത്രയും വർഷമായിട്ട് ഈ ബിസിനസ്സിൽ നിലനിൽക്കാനായിട്ട് എന്താണ് സാറിൻ്റെ ഒരു പ്രചോദനം? ടൂറിസത്തിലോ? അല്ല, ജനറലി ഇൻ ബിസിനസ്. ഓട്ടോമൊബൈൽ ആണെങ്കിലും ടൂറിസം ആണെങ്കിലും. ഇത് നിങ്ങളാണെങ്കിൽ കുണുക്ക് മൂക്കിൽ മൂക്കുത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ദൈവം തന്നല്ല, നമ്മളതിനെ കുത്തിയിടുന്നതല്ല എന്ന് പറഞ്ഞ പോലെ സംഭവിച്ചതായിരിക്കും. ഇവിടെ ഈ ഗാർഡനിങ് ഉപയോഗിക്കുന്ന മുഴുവൻ ഈ സീവേജിൻ്റെ ട്രീറ്റഡ് വാട്ടറാണ്. അതാരണം നല്ല ഒരു വർഷം ഒരു 10-15,000 രൂപയുടെ മാങ്ങ തന്നെ വിൽക്കും. ഞങ്ങൾ റിസപ്ഷനിൽ വെക്കും, ഗസ്റ്റ് മേടിച്ചുകൊണ്ട് പോകുള്ളൂ. സർ, ഇപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണോ സാറിന് കൂടുതൽ ഇഷ്ടം, അതോ ഹോസ്പിറ്റാലിറ്റി ആണോ? ഹോസ്പിറ്റാലിറ്റി. ഇപ്പം ശരിക്കും കണ്ടതായിരുന്നു. അതിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അതിലുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മളെ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഓട്ടോമൊബൈലിൽ കാണുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റിയിലോട്ട് മാറി. എന്താ പറയുക, ഒരു ബിസിനസ്സുകാരന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിസ്ക് ടേക്കിങ്, അല്ലേ? സാറിൻ്റെ കരിയറിൽ അത് എത്രത്തോളം റിസ്ക് എടുത്തതോ? അതെ, ഞാൻ റിസ്ക് എടുത്ത് തന്നെ ചെയ്തത്. കാരണം ഞാനൊരു ലോ ഗ്രാജുവേറ്റാണ്, ഒരു എഞ്ചിനീയറോ ഇതൊന്നുമല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വല്ല വാദിക്കാനുള്ള ബുദ്ധിയെ കാണുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇത് വാദിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അപ്പം സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതെല്ലാം ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ആണോ? അതെ, ഡിവൈൻ ഇൻ്റർവെൻഷനിലാണ് ഓട്ടോമൊബൈൽ ബിസിനസ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റാലിറ്റി. എൻ്റെ അച്ഛൻ അതിനെതിരായിരുന്നു. പൈസ 15,000 രൂപ തുടങ്ങാൻ എൻ്റെ അച്ഛൻ തന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് 15,000 രൂപ ഭയങ്കര വലുതല്ലേ? 78 അന്ന് ഒരു പവൻ സ്വർണത്തിന് 450-500 രൂപ. അപ്പോൾ എത്ര പവനായി? എൻ്റെ കണക്ക് കുറച്ച് മോശമാണ്. എത്ര പവനായി? 30 പവൻ. 30 പവൻ. ഇന്നിപ്പം 30 പവനാണെങ്കിൽ 30 ലക്ഷം രൂപയായില്ല. അതെ, എന്നാലും അതൊരു വലിയ എമൗണ്ട് അല്ലേ? അതെ. അപ്പം അങ്ങനെ അല്ല, നമ്മളിപ്പം ചെടി വയ്ക്കുന്നു, അവിടെ മഴ കിട്ടുന്നില്ലേ, എന്ത് സംഭവിക്കും? കരിഞ്ഞു. വെയിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇല കിളിക്കത്തില്ല. കരിയല്ല, ഇല കിളിക്കത്തില്ല. നമ്മൾ വെള്ളം ഒഴിച്ച്. അതെ. സാർ, ഇപ്പം എന്താ പറയുക, ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ കൊല്ലത്തെ കാര്യം പറഞ്ഞു, പോണ്ടിച്ചേരിയിലെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ പ്രോപ്പർട്ടി. കൊല്ലത്തെ പ്രോപ്പർട്ടി ഞാൻ ഗൂഗിൾ എർത്തിൽ നോക്കിയാൽ സെലക്ട് ചെയ്യാൻ കാരണം. ശരിക്കും ഗൂഗിൾ എർത്തിൽ നോക്കി കഴിഞ്ഞാൽ കടലിൻ്റെ അടി മുഴുവൻ കാണാമായിരുന്നു.
അങ്ങനെ പോയി സ്ഥലം മേടിച്ചത്. ഓക്കെ. അന്ന് ഞാൻ സെൻറ്റിന് 4000 രൂപ വെച്ചാൽ ആദ്യം മേടിച്ചത്. ഇപ്പോൾ സെൻറ്റിന് 10 ലക്ഷം രൂപ വിലയായി. 16 ഏക്കറോളുണ്ട്. ഓക്കെ. എങ്ങനെയാണ് നമ്മൾ അവിടെയാണ് അടുത്ത പ്രോജക്റ്റ് വേണ്ടത് എന്നൊരു ഡിസിഷൻ എടുക്കുന്നത്? അതാ കടലിൻ്റെ അടിഭാഗം കണ്ടപ്പോഴത്തേനും പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ലോകത്തിലെ ഏറ്റവും സേഫ് ബീച്ചിൽ ഒന്നത് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് അതിലേക്ക് അറ്റംപ്റ്റ് വന്നത്. ഓക്കെ. ആൻഡ് പോണ്ടിച്ചേരിയിലെ? പോണ്ടിച്ചേരി ഒരു സൈഡ് ലേക്കും ഒരു സൈഡ് സീയുമാണ്. ഓക്കെ. അപ്പോൾ നല്ല വ്യൂ ആണ്. ഓക്കെ. അതുകൊണ്ട് അവിടെ എടുത്തു. അവിടെ പിന്നെ ബിസിനസ് ഇവിടുത്തെ ഒരു റൂമിനുള്ള റേറ്റ് 5000 രൂപയാണെങ്കിൽ അവിടെ 14,000 15,000 രൂപ. അവിടെ എത്ര റൂം? അവിടെ 70 റൂം. അതൊരു വില്ലേജ് കൺസെപ്റ്റിലാണ് പണിതിരിക്കുന്നത്. കോൺക്രീറ്റ് ബിൽഡിങ്സ് ഒന്നുമില്ല. ശരി. എല്ലാം ഓടിന് പകരം പുല്ലായിട്ടിരിക്കുന്നത്. 8 ഇഞ്ച് കനത്തിൽ പുല്ലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ്റനൻസ് ഒക്കെ? മെയിൻ്റനൻസ് അതൊക്കെ എനിക്ക് അറിയാൻ ഞാൻ ചെയ്തോളൂ. ഓക്കെ. പറഞ്ഞു തരില്ല? പറഞ്ഞു തരത്തില്ല. സർ, ഇപ്പം സാറിൻ്റെ ഇത്രയും വലിയൊരു റിസോർട്ട് അല്ലേ, ഇപ്പം ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗം സ്റ്റാഫാണ്. അപ്പം അവരെ ചൂസ് ചെയ്യുന്നത്, അവരെ ട്രെയിൻ ചെയ്യുന്നത്, അവരെ റീറ്റെയിൻ ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് നോക്കി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇപ്പം കാലഘട്ടത്തിനൊരു മാറ്റം വന്നിരിക്കുന്നു. അവരിവിടെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേനും ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് കിടക്കാൻ നോക്കും. ആ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം. പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഉണ്ട്. ഓക്കെ. അന്ന് തുടങ്ങിയ കാലം തൊട്ടുള്ള ആരെങ്കിലും ഉണ്ട്? ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ വന്നാൽ സ്പീഡിൽ ഒരു എക്സ്പീരിയൻസ് വാങ്ങിക്കുന്നു, പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഇലക്ട്രിക് ഓട്ടോ പിടിച്ച ആൾക്കാരെയൊക്കെ കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ. ബഗിയല്ല, ഇലക്ട്രിക് ഓട്ടോ ആണ്. നൈസ്. അവിടെ തൊഴിലെന്ന് കൊണ്ടുവന്നൊരു വീടുണ്ട്. അതിൽ 5 റൂമാണ്. അപ്പോൾ അത് ഈ 4 കെട്ട് പോലത്തെ അങ്ങനത്തെ? അല്ല, 4 കെട്ടല്ല. സ്ട്രേറ്റ്. ഈ ക്രിസ്ത്യൻ ഹൗസസ് 4 കെട്ട് 8 കെട്ടുകളല്ല, സ്ട്രേറ്റ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഓക്കെ. ഒരു ഒറ്റ യൂണിറ്റിൽ 5 റൂംസ് ഉണ്ട്. മറ്റേന്ന് പറയുന്നത് കാർന്നവർക്കും കാർന്നത്തിക്ക് മാത്രമേ ബെഡ്റൂം ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? അവിടുത്തെ ഏരിയയിൽ ഇതും കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നൊരു വീടാണ്. ഇത് അതുമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുമ്പോഴത്തേക്ക് ഇതിനെല്ലാം ഒരു യൂണിഫോമിറ്റി വേണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? അത് ശ്രീകാരൻ ആർക്കിടെക്ട് പുള്ളി ആണ് ഡിസൈൻ ചെയ്തത്. യൂണിഫോമിറ്റി ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഇതിന്റെ കൂരയ്ക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ഇന്റീരിയർ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ എക്സ്റ്റീരിയർ നമ്മൾ കാണുന്ന വുഡ് അതെല്ലാം ഒറിജിനൽ? ഒറിജിനൽ. അതാണ്. ചിലതിൽ നമുക്കൊരു തേക്കുതടി കാണാം, ചിലതിൽ ഈട്ടി കാണാം, ചിലതിൽ സ്ട്രൈപ്പ് പാനലിംഗ് ആണ്, ചിലതിൽ സ്ക്വയേഴ്സ്. ആഞ്ഞിലിയും പ്ലാവും ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ. സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ. ഓക്കെ. ഓക്കെ. സർ, ഇതിപ്പം ഒരു ഹെറിറ്റേജ് കോൺസെപ്റ്റിലുള്ളതാണല്ലോ. ഇതിനകത്ത് മോഡേൺ ലക്ഷറി ആൻഡ് കംഫർട്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് ശരിയാക്കി എടുക്കുന്നത്? അത് ഇതിനകത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ഈ ട്രിവാൻഡ്രം സൈഡിലെ കൂര നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇതെല്ലാം ചെരിച്ചായിട്ടിരിക്കുന്നു. കാരണം അന്ന് കാരണവന്മാർ അരിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. സർ, ഇത്രയും കാലം ബിസിനസ് ചെയ്തിട്ട് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് തോന്നിയിട്ടുള്ളത് എന്താണ്? പ്രത്യേകിച്ച് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സർക്കാരിൻ്റെ നടപടിക്രമങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഡിലേ വരുത്തുന്നതും തടസ്സങ്ങളുണ്ടാക്കുന്നത്. അല്ലാത്ത ചാലഞ്ചസ് അധികം അത് വരുന്നില്ല. ആൻഡ് എന്താണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് തോന്നിയിട്ടുള്ളത്, ദാറ്റ് യു ആർ മോസ്റ്റ് പ്രൗഡ് ഓഫ്? ദൈവാനുഗ്രഹം. എല്ലാം ദൈവത്തിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ലവ്ലി. ആൻഡ് പുതിയ യങ് ഓൺടർപ്രണേഴ്സിന് സാറിന് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ്? ഇപ്പോൾ എല്ലാ IT കമ്പനികളൊക്കെ ആണല്ലോ. എനിക്ക് അതിനെപ്പറ്റി, ഞാനൊരു കുത്തപ്പനും കുത്തമ്മയല്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ. പക്ഷേ ടൂറിസം ഇസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് ഇന്നത്തെ ഒരു ഇക്കോസിസ്റ്റം. തീർച്ചയായിട്ടും. അപ്പം ഈ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലോട്ട് വരാൻ താല്പര്യമുള്ളവരോട് പറയാനുള്ളൊരു കാര്യം, നല്ല ലൊക്കേഷൻ കണ്ടുപിടിക്കണം, നല്ല ടീം കൊണ്ടുവരണം. സാറ് പറയുന്നുണ്ടായിരുന്നു സാറിൻ്റെ പേരൻസിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ബിസിനസ്സിലോട്ട് വരാൻ. ബട്ട് ഹൗ ഹാസ് ഇറ്റ് ബീൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് യുവർ ഫാമിലി? ഇപ്പോൾ വൈഫാണെങ്കിലും മക്കളാണെങ്കിലും അവരിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കുഴപ്പമൊന്നുമില്ല. സോ വൈഫ് കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ടോ? വൈഫ് ചാപ്പാടൊക്കെ സമയത്ത് തരുമായിരുന്നു.
അപ്പോൾ വൈഫിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ 4-4:15 ഇറങ്ങിപ്പോകും. ഓക്കെ ഒത്തിരി ട്രാവൽ ചെയ്താൽ ഈ വീട് കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പം വൈഫ് എന്നോട് ചോദിക്കും, നിങ്ങൾ ആരെ കാണാൻ പോണത് രാവിലെ, ആരെ കാണാൻ പോണത് എന്നും ചോദിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇത് തീർന്നപ്പോൾ ഞാൻ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇവളുമാരെയെ കാണാൻ പോയത്. അപ്പം സന്തോഷമായി. സാറിൻ്റെ മക്കൾ? എനിക്ക് 3 പെൺകുട്ടികളാണ്. ഓക്കെ. ഒരാൾ MSc ബയോടെക്നോളജി, ഒരാൾ എൻജിനീയർ, ഒരാൾ ആയുർവേദ ഡോക്ടർ. ഇവിടെ ആയുർവേദ ഹോസ്പിറ്റലുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അത് അവളാ എൻ്റെ. അപ്പോൾ ഇവരാണോ എന്താ പറയുക മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്? നീ അവരും വേണമല്ലോ അപ്പോൾ കൊണ്ടുപോകാൻ. എനിക്ക് വയസ്സ് 75 ആകാൻ പോവാ. എത്ര സമയം കാണും കൂടി വന്നാൽ. അതും ഈ 50 വർഷമായി പഞ്ചാര വന്നുകൊണ്ട് ഒരു 85-90 വയസ്സിൻ്റെ ഡാമേജ് വരുള്ളൂ. പിന്നെ എൻ്റെ ജീവിത രീതി കൊണ്ട് ഞാൻ ഇതുവരെ പിടിച്ചു നിന്ന് പോയി. ഒരു കണ്ണാടി പോലും ആവശ്യമില്ല. ഈ പ്രായത്തിൽ ഞാൻ വണ്ടി ഓടിച്ച് നടക്കണം. ഓ ലവ്ലി. സർ, ഇപ്പം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നമ്മൾ നോർമലി എല്ലാം സ്റ്റാഫുകളെ കൊണ്ടാണ് മാനേജ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ സാറ് എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത് ക്ലയൻസുമായിട്ട് കണ്ട് സംസാരിച്ച് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആ ഒരു ഫസ്റ്റ് ഹാൻഡ്. അതാ എനിക്ക് ഗ്രോത്തിനുള്ള വഴി തെളിക്കുന്നത്. പിന്നെ സ്റ്റാഫുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യും. അപ്പം സ്റ്റാഫിന് തോന്നുന്നു സാറെല്ലാം മനസ്സിലാക്കും, അതുകൊണ്ട് വളരെ മര്യാദയ്ക്കും ഗസ്റ്റിനോട് സ്നേഹത്തിലും പെരുമാറണമെന്ന് അതിൽ നിന്ന് അവർ മനസ്സിലാക്കും. നൈസ്. സർ, ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടറാണ് ഇവിടുത്തെ ചെടികൾ. അപ്പം ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ചെടികളെല്ലാം ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. അതെ, അതെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ പറയുക, ഒരു ഡിസൈനർ ഉണ്ടോ ഇവിടെ, അത് സാറാണോ ഇതെല്ലാം ചെയ്യുന്നത് സ്വന്തം? ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഓക്കെ. അതുകൊണ്ട് മരത്തിൻ്റെ ഗുണവും ഇതൊക്കെ എനിക്കറിയാം. ഓക്കെ ഓക്കെ. ഈ മെയിൻ ഗേറ്റിൽ കയറുമ്പോൾ ആല് കാണാം, അവിടെ ഒരു ആല് കാണാം. അതെ. ആ മെയിൻ ഗേറ്റിൽ കയറുന്ന ആ ആല് ഞാൻ കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവച്ചാ. ആണോ? കൽക്കട്ടയിൽ ഒരു ആലുണ്ട്, അത് 5-6 ഏക്കറിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കമ്പ് ഒടിച്ചു കൊണ്ടുവന്ന് ഞാൻ വെച്ചതാ. ശരിക്കും? അപ്പൊ ഇത്രയും വർഷമായിട്ട് അത് അവിടെ നിൽക്കുകയാണ്. കുറച്ച് എൻ്റെ മോള് വെട്ടിച്ച് കളഞ്ഞു, അതല്ലെങ്കിൽ എന്ത് രസമായിരുന്നു അറിയോ. Thank you so much for being on Walk With Me. Really appreciate it. Thank you so much. ഇവിടെ താമസിക്കാൻ വരണേ. Definitely വരാം.